തൊഴിലിനെ കുറിച്ചാണ് പറഞ്ഞത്, ജോലിയെക്കുറിച്ച്. ജോലി ചെയ്യുന്നവനോടുള്ള ബഹുമാനമാണ്, അധ്വാനിച്ച് അന്നം കഴിക്കുന്നവനോടുള്ള ബഹുമാനം. അവന് ജോലി കൊടുക്കുന്നവർ അമിതമായ ജോലി കൊടുക്കരുത്. നിശ്ചിതമായ സമയത്ത് മാത്രമേ അവന് ജോലി ചെയ്യാൻ പാടുള്ളൂ, ജോലി ചെയ്യിക്കാൻ പാടുള്ളൂ. അവന്റെ ആരോഗ്യത്തിന് പറ്റിയ ജോലികൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ജോലികൾ കൊടുക്കരുത്. ഇനിയാണ് പറയുന്നത്, അവന്റെ വിയർപ്പാറുന്നതിന് മുമ്പ്, ജോലി ചെയ്യുന്നവന്റെ വിയർപ്പാറുന്നതിന് മുമ്പ് അവന്റെ പ്രതിഫലം കൊടുക്കണമെന്നാണ്. എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓരോ രാജ്യങ്ങളിൽ ലേബർ ലോ ഉണ്ടായത്, തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത്? എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്? ഇതിനേക്കാൾ വലിയൊരു തൊഴിൽ നിയമം മാറേണ്ടോ? ഇതിനേക്കാൾ വലിയൊരു തൊഴിൽ നിയമം? കൂടുതൽ ജോലി അടിച്ചേൽപ്പിക്കരുത്, കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കരുത്, വേർപാറുന്നതിന് മുമ്പ് പ്രതിഫലം കൊടുക്കണം എന്ന് പറയുന്ന ഒരു തൊഴിൽ നിയമം, ഇതിനേക്കാൾ വലിയ തൊഴിൽ നിയമം ലോകത്ത് എവിടെയാണുള്ളത്? എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും കാരുണ്യവും സ്നേഹവും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആ ചിന്തകളാണ് വിശുദ്ധ ഗ്രന്ഥം ഒരു ജീവിതക്രമമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.